ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്ക് ആവേശമായി സൂപ്പർ കപ്പ് നടക്കാനിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ ടീമുകളെല്ലാം പങ്കെടുക്കുന്ന സൂപ്പർ കപ്പ് ഈ മാസം 25-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ഇതിനോടകം ടീമുകളെല്ലാം ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡിസംബറിൽ ആരംഭിക്കുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ സൂപ്പർ കപ്പിൽ കിരീടം നേടേണ്ടത് ISL ടീമുകളെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ടീമുകളെല്ലാം മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. കേരളത്തിന്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യും ഗോവയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം തുടക്കത്തിൽ തന്നെ പ്രീ സീസൺ ക്യാമ്പിനായി ബ്ലാസ്റ്റേഴ്സ് ടീം ഗോവയിലെത്തിയിരുന്നു. ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് പരിശീലകന് കീഴിലാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ബൂട്ടണിയുന്നത്. മികച്ച വിദേശ താരങ്ങളെ ടീമിലെത്തിച്ച ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കി ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സൂപ്പർ കപ്പിലെ ബാംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കിയത്. ബാംബോലിം സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ 2 മത്സരങ്ങളുടെയും തത്സമയ സംപ്രേഷണം ഇല്ലാത്തതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2 മത്സരങ്ങളുടെയും ആവേശം ആരാധകർക്ക് നഷ്ടപ്പെടും എന്നതാണ് നിരാശയുണ്ടാക്കുന്നത്. ഒരു മത്സരം മാത്രമേ തത്സമയം ആരാധകർക്ക് കാണാനാകൂ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം 30-ന് രാജസ്ഥാൻ FC-ക്കെതിരെയാണ്. രണ്ടാം മത്സരം 3-ന് ഹൈദരാബാദ് FC-ക്കെതിരെയും. ഈ 2 മത്സരങ്ങൾക്കും ബാംബോലിം സ്റ്റേഡിയമാണ് വേദി. ഈ 2 മത്സരങ്ങളും തത്സമയ സംപ്രേഷണം കാണാൻ ആരാധകർക്ക് സാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. മുംബൈക്കെതിരായ 3-ാം മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടാകും. ആദ്യ 2 മത്സരങ്ങളും കാണാൻ ആരാധകർക്ക് നേരിട്ട് തന്നെ ബാംബോലിം സ്റ്റേഡിയത്തിൽ എത്തേണ്ടതായി വരും. ഇതത്ര എളുപ്പമല്ലാത്തതിനാൽ ആരാധകരും ടീമും ഒരുപോലെ നിരാശയിലാണ്. ബാംബോലിം സ്റ്റേഡിയത്തിലെ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യാത്തതിൽ ക്ലബ്ബ് ഇടപെടൽ നടത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഇതു സംബന്ധിച്ച് പരാതി ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ആരാധക പിന്തുണയാണുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാത്രമല്ല സ്പോൺസർമാർക്കും തത്സമയ സംപ്രേഷണം ഇല്ലാത്തതിൽ അതൃപ്തിയുണ്ട്. ആരാധകർക്ക് മത്സരം കാണാൻ തത്സമയം സംപ്രേഷണം ഇല്ലാത്തത് ടീമിനെ സാമ്പത്തികമായി പ്രതികൂലമായി ബാധിക്കും. സ്പോൺസർമാർ ഇടഞ്ഞാൽ അത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടും സ്പോൺസർമാരോടുമുള്ള അനീതിയാണ് ഇതെന്ന് ടീം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ, മുംബൈ സിറ്റി FC ഗോവ, ബംഗളൂരു FC എന്നീ ടീമുകളുടെ മാത്രമേ മുഴുവൻ മത്സരങ്ങളും ലൈവായി കാണാൻ കഴിയൂ. സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈയിൻ FC, ജംഷഡ്പൂർ FC എന്നിവരടങ്ങിയ മറ്റ് ക്ലബ്ബുകളെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നാലെ മറ്റ് ക്ലബ്ബുകളും AIFF-ന് ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ AIFF-ന് മുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും തത്സമയ സംപ്രേഷണം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്തവണത്തെ സൂപ്പർ കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദേശ താരങ്ങളുടെ വരവോടെ ടീമിന്റെ മൂല്യം ഉയർന്നു നിൽക്കുന്ന സമയമാണിത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ തത്സമയ സംപ്രേഷണം ഇല്ലാത്തത് വലിയ തിരിച്ചടിയായി മാറും. പുതിയ വിദേശ താരങ്ങളുടെ വരവോടെ സൂപ്പർ കപ്പ് ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. സൂപ്പർ കപ്പിൽ കിരീടം നേടിയാൽ ബ്ലാസ്റ്റേഴ്സിന് പഴയ ആരാധക പിന്തുണ വീണ്ടും കൈവരിക്കാനാകും. ഇതിനായുള്ള നീക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് നടത്തുന്നത്. ഇത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.